പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈശംസിയായി സ്തുതിയായിരിക്കട്ടെ. ഈശോ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 11 വരെയുള്ള ദിവസങ്ങളിലുള്ള ദൈവ കരുണയുടെ നൊവേനയ്ക്ക് വേണ്ടിയും ഏപ്രിൽ 11-ാം തീയതിയുള്ള ദൈവ കരുണയുടെ തിരുനാളിന് വേണ്ടിയും ഒരുങ്ങുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലൂടെ കടന്നുപോവുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ഒരുപാട് കൃപകളും അനുഗ്രഹവും അഭിഷേകവും ഒക്കെ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ആത്മീയ കൃപയുടെ തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. ഏപ്രിൽ 11-ാം തീയതി ദൈവകരുണയുടെ തിരുനാളിനന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പരിപൂർണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. അന്നേ ദിവസം അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകരപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്കും എല്ലാം ഈ നാടുകളിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ആത്മീയ കൃപ, ദൈവ കരുണയുടെ ഒരു അഭിഷേകം പകരപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ചത് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരിലേക്കും ലോകമെമ്പാടുമുള്ള സകല മക്കളിലേക്കും എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് ഈ മണിക്കൂറിൽ ദൈവ കരുണയുടെ തിരുനാളിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, ദൈവകരുണയുടെ തിരുനാൾ എത്രമാത്രം ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ളൊരു തിരുനാളാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം 22-ാം തീയതി, കഴിഞ്ഞ ഫെബ്രുവരി മാസം 22-ാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളോടുമായിട്ട് വലിയ ഒരു സദ്വാർത്ത എന്ന പോലെ പറഞ്ഞ ഒരു സന്ദേശം ഈ മണിക്കൂറിൽ ഓർമ്മയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, അതായത് ദൈവ കരുണയുടെ തിരുനാൾ, ദൈവ കരുണയുടെ അഗ്നി ലോകമെമ്പാടും കത്തിപ്പടരാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവ കരുണയുടെ അഗ്നി ലോകമെമ്പാടും കത്തിപ്പടരാൻ നമുക്ക് പ്രയത്നിക്കാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് ഹൃദയത്തിൽ ഏറ്റുപറയാം എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടും ഉള്ള സകല മക്കളോടും ആഹ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് 1931 ഫെബ്രുവരി മാസം 22-ാം തീയതി സാധാരണക്കാരിയായ ഒരു സിസ്റ്ററിന്റെ അടുത്തേക്ക് ദൈവ കരുണയുടെ രൂപത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുത്ത ഒരു വലിയ ഓർമ്മയുടെ ആചരണ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതായത് പാവപ്പെട്ട ഈ സിസ്റ്റർ, വലിയ വിശുദ്ധിയാകാൻ ആഗ്രഹിച്ച സിസ്റ്റർ, ഈശോയെ ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ ഫൗസ്റ്റീന കൊവാൽസ്കിയുടെ അടുക്കലേക്ക് ഒരു സായാഹ്നത്തിൽ സിസ്റ്ററിന്റെ മുറിയിലേക്ക് ധവള വസ്ത്രധാരിയായ ഒരു യുവാവ് കടന്നു വരുന്നു. ധവള വസ്ത്രധാരിയായ ഒരു യുവാവ് കടന്നു വന്ന് ആ യുവാവിൻ്റെ ഒരു കരം ശക്തമായി ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന രീതിയിൽ നിന്നിരുന്നു. ഒരു കരം നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്ത് തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ അല്പം സ്പർശിച്ച് ഇങ്ങനെ, അതായത് തൻ്റെ ഹൃദയം കാണുന്ന രീതിയിൽ, ഹൃദയം വെളിപ്പെടുന്ന രീതിയിൽ ആ കരമിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇത് കണ്ട് വലിയ ആനന്ദത്തിൽ നിറഞ്ഞ മരിയ ഫൗസ്റ്റീനായോട് ഈ യുവാവ് ഈശോ ആഹ്വാനം ചെയ്യാണ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ എന്നെ കാണുന്നില്ലേ? എൻ്റെ ഹൃദയത്തിലുള്ള നീ കാണുന്നില്ലേ? ഇതാ 2 സ്ഥലത്തേക്ക്, 2 വശങ്ങളിലായിട്ട്, ഒരു വശത്തേക്ക് തൂവള്ള പ്രകാശരശ്മികൾ വളരെ ശക്തമായിട്ട് പതിക്കുന്നു, മറ്റൊരു വശത്തേക്ക് ചുവപ്പ് നിറത്തിൽ രക്തക്കടലിലുള്ള രശ്മികൾ അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുക, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ കാണുന്ന ഈ രൂപത്തിൽ ഒരു ഛായാചിത്രം നീ വരയ്ക്കണം. അതായത് എൻ്റെ കരുണയുടെ അടയാളമായി ഈ ഛായാചിത്രം നീ വരയ്ക്കണം. ഈ ഛായാചിത്രം നീ വരച്ച് ആദ്യം നിന്റെ ചാപ്പലിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതിനുശേഷം ഈ ചിത്രം ലോകമെമ്പാടുമുള്ള സകല മക്കൾക്കും വണങ്ങാനായിട്ട് സ്വർഗം അനുഗ്രഹിച്ചുയർത്തുന്ന സമയം വരും. പ്രിയപ്പെട്ടവരെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയാം, അതോടൊപ്പം ഈ ചിത്രം വണങ്ങുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോയില്ല. ഈശോ ഫൗസ്റ്റീനയോട് പറയുക, ഈ ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ഈ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകും.
വലിയ കൃപയുടെ അഭിഷേകം വെളിപ്പെടുന്ന അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ വെളിപ്പെടുത്തിയ ഈ ചിത്രം മടങ്ങുമ്പോൾ ഈ ജീവിതത്തിലും മരണനേരത്തും ശത്രുക്കളുടെ മേൽ ഞാൻ വിജയം നൽകും. അതോടൊപ്പം തന്നെ ഈശോ പറയുക, ഇതെൻ്റെ വാഗ്ദാനമാണ്, ഇതെൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യും, ഇത് ഞാൻ സംരക്ഷിച്ചുയർത്തുമെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ചിത്രം വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് ലോകമെമ്പാടുമുള്ള സകല ജനതകൾക്കുമായിട്ട് വെളിപ്പെട്ട് കിട്ടിയതിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഫെബ്രുവരി മാസം 22-ാം തീയതി. അന്ന് ഈ തിരുനാൾ ആഘോഷത്തോട് ചേർത്ത് വെച്ച് ഈ ചിത്രം നമുക്ക് ലഭിച്ചതിൻ്റെ ആ ദിവസത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറയുക, ദൈവജനമേ, ദൈവ കരുണയുടെ അഗ്നി ലോകമെമ്പാടും കത്തിപ്പടരാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അതിശക്തമായിട്ട് ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഈശോയെ ഞാനങ്ങൾ ശരണപ്പെടുന്നുവെന്ന് ഓരോ ഹൃദയത്തിനുള്ളിൽ നിന്ന് വിളിച്ചു പറയണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 965 ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനെ നോക്കി പറയുക, ഞാൻ കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നുവെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. എൻ്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. എൻ്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായും അവർ നശിച്ചു പോകും. എൻ്റെ കരുണയുടെ വക്താവായ നീ എഴുതുക, എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എൻ്റെ നീതി ഭയാനകമായ ദിവസമായി ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീൻ ഈശോ പറയാണ്, എൻ്റെ കരുണയുടെ വക്താവായി നീ എഴുതുക, എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭയാനകമായ ദിനം ആസന്നമായിരിക്കുന്നു. ഇത് വലിയൊരു തിരിച്ചറിവായി കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കൃത്യമായി പറഞ്ഞാൽ 2000 ആണ്ട് ജൂബിലി വർഷം ആഘോഷിക്കുന്ന സമയത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയെ അതിശക്തമായ ഒരു കാലഘട്ടത്തിൽ നയിച്ച പരിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ സമയം ഒരു ഏപ്രിൽ മാസം 30-ാം തീയതി, അതായത് ഒരു പുതു ഞായറാഴ്ച ദിവസം, വെറും 33 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് സാധാരണക്കാരിയായ വലിയ വിദ്യാഭ്യാസമോ അറിവോ പണ്ഡിത്യമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സിസ്റ്ററിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന ദിവസം വിശുദ്ധ ജോൺ പോൾ പാപ്പ തിരുസഭയ്ക്ക് വലിയ ഒരു തിരുനാൾ സമ്മാനിച്ചു. അതായത് എല്ലാ പുതു ഞായറാഴ്ചകളും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവ കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണം. അന്നേ ദിവസം ഈ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വരുന്ന ഒരു ആത്മാവിന് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് എൻ്റെ പാപങ്ങളിൽ നിന്നും എൻ്റെ എല്ലാ കുറവുകളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വിശുദ്ധിയോട് ഒരുങ്ങി വരുന്ന ഒരു ആത്മാവിന് അന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ പൂർണ്ണമായ ദണ്ഡവിമോചനം നൽകുമെന്ന് പരിശുദ്ധ പാപ്പ അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസം. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ വലിയ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ ഫൗസ്റ്റീനയെ അന്ന്, അതായത് വെറും സാധാരണക്കാരിയായ സിസ്റ്ററിനെ വിശുദ്ധ ഫൗസ്റ്റീനയായിട്ട് മാനിച്ച് സഭ ഉയർത്തിയ ദിവസം, ദൈവ കരുണയുടെ തിരുനാള് സഭയ്ക്ക് നൽകിയ ദിവസം, എല്ലാ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുക, തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം ദൈവ കരുണയുടെ തിരുനാൾ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നൽകാൻ സ്വർഗം എന്നെ അനുവദിച്ചുവെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ വലിയ അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തതിന് അപ്പുറമുള്ള കൃപകൾ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ദൈവ കരുണയുടെ തിരുനാൾ ദിവസം. 9 ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ്. 9 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ ദിവസവും നൊവേന ചൊല്ലി ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച
ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അളവറ്റ കൃപകളും അനുഗ്രഹവും അഭിഷേകവും ലഭിക്കുന്നു. ഈശോയിൽ പ്രിയരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 49-ാമത്തെ ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനോട് പറയാം, കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചരിക്കുകയും ആ ഞായർ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം. ഈ തിരുനാള് ലോകമെമ്പാടുമുള്ള എല്ലാവരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈശോ ഹോസ്റ്റലിൽ പറയാം, 699-ാമത്തെ ഖണ്ഡികയിൽ എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമാണ്. എല്ലാ ആത്മാക്കൾക്ക്, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പ്രതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. ഈശോ ഫൗസ്റ്റീനോട് പറയുക, ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിൽ പോലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്രമാത്രം ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്രമാത്രം ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ ആയിരിക്കുക തന്നെ ചെയ്യും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ്. എൻ്റെ വാത്സല്യത്തിൽ നിന്നാണ് മക്കളെ കരുണയുടെ തിരുനാൾ ഉത്ഭവമായിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനമുണ്ടാവുകയില്ല. ഈശോ പറയുക, എൻ്റെ വാത്സല്യത്തിൽ നിന്നാണ്, എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. മാനവകുലം എൻ്റെ കരുണയിൽ അണയാതെ അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 699-ാമത്തെ ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനോട് അരുളി ചെയ്തിരിക്കുക. പ്രിയപ്പെട്ട ജനമേ, നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരിക. അതായത് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കരുണ ലോകമെമ്പാടും ഒഴിയിറങ്ങണം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്ത നമ്മൾ കേട്ടു. ലോകം മുഴുവൻ ദൈവ കരുണയുടെ അഗ്നി പടരേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, എങ്ങനെയാണ് ദൈവ കരുണയുടെ തിരുനാൾ നമുക്ക് ഒരുങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങേണ്ടത്? ദുഃഖവെള്ളി മുതൽ ദൈവ കരുണയിൽ ശരണപ്പെട്ട്, ശ്രദ്ധിക്കാം, നമുക്ക് ദുഃഖവെള്ളി മുതൽ ദൈവ കരുണയിൽ ശരണപ്പെട്ട് കരുണയുടെ നൊവേന ചൊല്ലി നമുക്ക് ഒരുങ്ങണം. 9 ദിവസം ഓരോ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് ഓരോ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിയ കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടാൻ വൈദികർ വിശ്വാസികളെ ഒരുക്കണം. ദൈവ കരുണയെക്കുറിച്ച് അതിശക്തമായ പ്രഘോഷണങ്ങൾ
എന്താണ് ദൈവത്തിൻ്റെ കരുണ? അവിടുത്തെ കാരുണ്യത്തിൻ്റെ സ്രോതസ്സായ തിരുഹൃദയത്തിൽ നിന്ന് തിരുച്ചലവും തിരുരക്തവും ഒഴുകുന്ന ഈ വലിയ സ്നേഹത്തെക്കുറിച്ച് വിശ്വാസികളോട്, ദൈവജനത്തോട് പ്രഘോഷിക്കണം എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. അതായത് പ്രത്യേകിച്ച് ഈ കരുണയുടെ തിരുനാളിന് അന്നേ ദിവസം നമുക്ക് ലഭിക്കുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവജനത്തെ അതിശക്തമായി അനുതാപത്തിലേക്ക് നയിച്ച് കുമ്പസാരിപ്പിച്ച്, അതായത് ഈശോ പറയുക, ദൈവ കരുണയുടെ സിംഹാസനം എന്നാണ് കുമ്പസാരക്കൂടിനെ ഈശോ വിളിക്കുന്നത്. ദൈവ കരുണയുടെ സിംഹാസനം, ദൈവ കരുണ ഒഴുകപ്പെടുന്ന ഏറ്റവും വലിയ ചാലായിട്ടാണ് പരിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട ജനമേ, അതായത് ഈശോ പറയുക, ദൈവ കരുണയുടെ സിംഹാസനം എന്ന് വിളിക്കുന്ന പരിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരുങ്ങി അന്നേ ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് സഭ നൽകുന്ന പൂർണ്ണ ദണ്ഡവിമോചനം, എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ശിക്ഷയിൽ നിന്നുള്ള പരിപൂർണമായ വിടുതൽ സ്വീകരിക്കാൻ ഒരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ കരുണയുടെ തിരുനാൾ ഒരു അനുഗ്രഹമായി മാറും. അതോടൊപ്പം തന്നെ ഈശോ പറയുക, ദൈവകരുണയുടെ തിരുനാളിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും കരുണയുള്ള മനുഷ്യരായിട്ട് ദൈവ കരുണയെക്കുറിച്ച്, ദൈവ കരുണയെ ശ്രദ്ധ കേന്ദ്രിച്ച് ദൈവ കരുണയുടെ വക്താക്കളായി കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഈശോയുടെ ഈ വലിയ ആഗ്രഹത്തെ നമ്മളിവിടെ പൂർത്തീകരിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 300-ാമത്തെ ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനയോട് പറയാം, ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായി പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. അതോടൊപ്പം തന്നെ 796-ാമത്തെ ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനയോട് പറയുക, ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപകളും ഞാൻ ഒഴുക്കും. ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാ കൃപകളും ഞാൻ ഒഴുക്കും. അതോടൊപ്പം തന്നെ 1516-ാമത്തെ ഖണ്ഡികയിൽ ഈശോ ഫൗസ്റ്റീനയോട് പറയുക, എൻ്റെ മകളെ, ലോകം മുഴുവൻ്റെയും ആശ്വാസത്തിനായി എൻ്റെ അത്യഗാധതയിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭവിച്ചതെന്ന് പറയുക. പ്രിയപ്പെട്ട ജനമേ, ശക്തമായിട്ട് ഈ തിരുനാൾ ലോകം മുഴുവനിലേക്കും വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അനേകരോട് പങ്കുവയ്ക്കാം. ഈ 9 ദിവസത്തിൽ സഭയോട് ചേർന്ന് നമുക്ക് ഒരുങ്ങാം. കാരണം ഈ തിരുനാളിൽ നമുക്ക് ലഭിക്കുന്ന അളവറ്റ കൃപയും അനുഗ്രഹവും അഭിഷേകവും ശക്തിയും സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈശോയുടെ കരുണ അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ചാലകമായി ഞാനും നിങ്ങളും മാറണം. ഈശോ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈശോ എന്തിനാണ് 90 വർഷങ്ങൾക്ക് മുമ്പ് ഈ കരുണയെക്കുറിച്ച് ഇത്ര അഗാധമായി പറയണമെന്ന് പങ്കുവെച്ചത്? നമുക്കറിയാം, ഈ നാളുകളിൽ ഈശോയുടെ കരുണ പ്രഘോഷിക്കപ്പെടേണ്ടതും ഈശോയുടെ കരുണയിൽ ചേർന്നിരിക്കേണ്ടതും ഈശോയുടെ കരുണ അനേകരിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിനെയും അളവറ്റ അസാധ്യകരമായിട്ടുള്ള ചിന്തകൾ, കൃപകൾ, അഭിഷേകം വെളിപ്പെടുന്നതിനെ കുറിച്ച് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ ഓർക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 998-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറയുക, ഈ തിരുനാളിൽ എൻ്റെ ഹൃദയം അത്യധികം ആഹ്ലാദിക്കുന്നു. എന്നാൽ വളരെ വേദനയോടെ ഈശോ പറയുക, 341-ാമത്തെ ഖണ്ഡികയിൽ, ഈ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? എൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേക്കുറിച്ച് അറിവില്ല. ഈശോ പറയുക വലിയൊരു വേദനയോടെ. കാരണം ഈ തിരുനാൾ നമുക്കറിയാം, ത്രൂയും അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ ശക്തമായിട്ടുള്ള അഭിഷേകം ഒഴുകപ്പെടുന്ന ഈ തിരുനാളിനെ കുറിച്ച് വലിയ വേദനയോട് ഈശോ പങ്കുവയ്ക്കുന്ന, അതായത് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിലെ 341-ാമത്തെ ഖണ്ഡികയിൽ ഈശോ തൻ്റെ വേദന വെളിപ്പെടുത്തുക, ഈ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? എൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേക്കുറിച്ച് അറിവില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ദൈവ കരുണയുടെ തിരുനാൾ ലോകമെമ്പാടുമുള്ള എല്ലാവരിലേക്കും എത്തുവാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം.
ഈ 9 ദിവസം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. 9 ദിവസത്തെ നൊവേനകളിൽ പങ്കുചേർന്ന് പുതു ഞായറാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച ഈ തിരുനാളിലൂടെ എല്ലാവരിലേക്കും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കൃപകൾ ജ്വലിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 570 ഖണ്ഡികയിൽ ഈശോ പറയുക, പരിപൂർണ വിശ്വാസത്തോടെ എൻ്റെ കരുണയിൽ ശരണപ്പെടാത്ത ഒരാത്മാവും, പരിപൂർണ വിശ്വാസത്തോടെ എൻ്റെ കരുണയിൽ ശരണപ്പെടാത്ത ഒരാത്മാവും നീതീകരിക്കപ്പെടുകയില്ല. അതായത് ഈ കൃപകളും അനുഗ്രഹവും അഭിഷേകമൊക്കെ ഈശോ നമുക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ നമുക്ക് നൽകുമ്പോൾ നമുക്കറിയാം, ദൈവകരുണയുടെ ജപമാലയിൽ ഇങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവങ്ങൾ കാഴ്ചവെക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, ദൈവാത്മാവും ദൈവത്വവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ യോഗ്യതയാൽ സ്വർഗം തുടങ്ങുന്ന ആബാ പിതാവ് ലോകം മുഴുവൻ്റെ മേൽ ഒഴുക്കിയിറക്കുന്ന ഈ കരുണയുടെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ ഇതിനോടുള്ള വലിയൊരു ദാഹം, ആഗ്രഹം, ഈശോ പറഞ്ഞതുപോലെ ഈ കരുണയിൽ നീ ശരണപ്പെടുക. എന്താണ് ദൈവകരുണയുടെ തിരുനാൾ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്? അതായത് കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുവിലാവിലെ തിരുമുറിവ് കണ്ട് വിശുദ്ധ തോമസ് ശ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവിടുത്തെ സ്നേഹത്തിൽ സ്വയം താഴ്ത്തി സമർപ്പിക്കുന്ന വിശുദ്ധ തോമസിന് വെളിപ്പെട്ട ആ വലിയ ദൈവിക ജ്ഞാനം കരുണയുടെ സിംഹാസനമായ പരിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും ദൈവജനത്തിന് കരുണയുടെ തിരുനാളിൽ ഒഴുക്കപ്പെടുന്ന സകല പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി നൽകപ്പെടുന്ന പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ തിരുനാൾ. അതോടൊപ്പം തന്നെ വിശുദ്ധ ജോൺ പോൾ പാപ്പയിലൂടെ ഉയർപ്പുകാല ആരാധനക്രമത്തിൽ ചേർക്കപ്പെട്ട വലിയ മഹനീയമായ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, കരുണയുടെ തിരുനാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ബോധ്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. അനേകം വാഗ്ദാനങ്ങളും കൃപകളും സ്വീകരിക്കാൻ നൽകപ്പെട്ട തിരുനാൾ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ശക്തമായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ തിരുനാൾ നമുക്കും അനേകർക്കും അനുഗ്രഹമാകട്ടെ. ഈ 9 ദിവസത്തെ നൊവേനയെക്കുറിച്ച് ആഴമായി നമുക്ക് പഠിക്കാം. ഒത്തിരിയേറെ ചിന്തകൾ ഈ 9 ദിവസത്തെ നൊവേനയുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1210 ഖണ്ഡികയിൽ ഈശോ പറയുന്നുണ്ട്, അതായത് 1-ാം ദിവസം ഇന്ന് മനുഷ്യകുലത്തെ മുഴുവൻ, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്ക് കൊണ്ടുവരിക, അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനജനമായ ദുഃഖത്തിൽ നിന്ന് നീ എന്നെ ആശ്വസിപ്പിക്കുക. 1-ാമത്തെ ദിവസം ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ പങ്കുവെക്കുന്നത്, നമ്മൾ നൊവേന ചൊല്ലുന്നത്. 2-ാം ദിവസം ഈശോ പറയുക, ഇന്നേ ദിവസം സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴിയിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു. ഇതാണ് 2-ാം ദിവസത്തിലെ നൊവേനയുമായി ബന്ധപ്പെട്ട് ഈശോ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആത്മീയ ചിന്ത. 3-ാം ദിവസത്തെക്കുറിച്ച് ഈശോ പറയുക, ഭക്തി തീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, എൻ്റെ കരുണയുടെ സാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിൽ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളി പകർന്നു തരുന്നവരായി അവരെന്നെ സഹായിക്കുന്നു. 4-ാമത്തെ ദിവസം ഈശോ ഫൗസ്റ്റീനയോട് പറയുക, അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കൈപ്പേറിയ പീഡാസഹനത്തിൻ്റെ സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നു. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഈ ആത്മാക്കളെ കുറിച്ചാണ് 4-ാം ദിവസം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 5-ാം ദിവസം ഈശോ ഫൗസ്റ്റീനയെ വെളിപ്പെടുത്തി കൊടുക്കുക, മതനിന്ദകരെയും ശീഷ്മക്കാരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക, എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു.
അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും. 5-ാമത്തെ ദിവസത്തെ ഈ ചിന്തയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നൊവേനയെക്കുറിച്ച് ഈശോ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ 1220 കണ്ണികയിൽ ഈശോ 6-ാം ദിവസത്തെ നൊവേനയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്: എളിമയും ശാന്തതയും ഉള്ളവരെയും കൊച്ചു കുട്ടികളെയും ആത്മാക്കളെ ഇന്നെൻ്റെ സമീപത്ത് കൊണ്ടുവരിക. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്തുള്ള സാരൂപ്യമുള്ളവരാണവർ. അവരാണ് എൻ്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത്. എൻ്റെ അൾത്താരിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു. പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരിലേക്ക് വർഷിക്കുന്നു. എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് എൻ്റെ എളിയ ആത്മാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 7-ാം ദിവസത്തെക്കുറിച്ച് പറയുക: എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കൾ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ. ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ. ഈ ലോക ജീവിതത്തിന് ശേഷം സുവിശേഷമായ ഒരു ശോഭയോടെ, പ്രത്യേകം പറയാം, സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും. നരകത്തിയിൽ അവരാരും നിബന്ധിക്കുകയില്ല. മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും. 8-ാം ദിവസത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്: ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ. ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ നീതിയുടെ സാക്ഷ്യം വഹിക്കുന്നവരാണ് ഇവർ. അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത്. എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീട്ടുമാറായിരുന്നു. പ്രിയപ്പെട്ടവരെ, 9-ാം ദിവസത്തെക്കുറിച്ച് ഈശോ പറയുക: മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ വളരെ വേദനയോടെ മുറിവേൽപ്പിക്കുന്നത് ഇവരാണ്. ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞ് മന്ദഹൃദയരെ പ്രതിയാണ്. അങ്ങ് തിരുമനസ്സാകുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോയത് അവർ മൂലമാണ്. എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 9 ദിവസങ്ങളായിട്ട് വലിയ കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരിലേക്കും സ്വർഗം നൽകാനിരിക്കുന്ന കൃപകൾ നമുക്ക് സ്വീകരിക്കാം. ദൈവകരുണയുടെ ഈ തിരുനാളിൻ്റെ ഒരുക്കമായുള്ള ഈ ആത്മീയ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന ഈ ചിന്തകൾ വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈ 9 ദിവസത്തെ തിരുനാളിന് ഒരുക്കമായ ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിവന്ദി പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയും അതോടൊപ്പമല്ല ദൈവകരുണയെക്കുറിച്ചുള്ള സന്ദേശങ്ങളും ശ്ലൈഹിക ആശീർവാദങ്ങളും സ്വീകരിച്ച് അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആത്മീയ കൃപകളും സ്വീകരിച്ചൊരുങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നിന്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് മാനവരാശിയുടെ രക്ഷയായി ഒഴുകുന്ന തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും യോഗ്യതയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ കരുണയുടെ ശക്തമായ അഭിഷേകം ഞങ്ങൾ വ്യാപരിക്കുക. വിശുദ്ധ ഫൗസ്തീനയോട് നീ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ എൻ്റെ കരുണയുടെ സെക്രട്ടറിയാണ്, നീ എൻ്റെ കരുണയുടെ അപ്പോസ്തലയാണ്. ഈ ദൗത്യം ഞങ്ങളും ഏറ്റെടുത്ത് ദൈവ കരുണ അനേകരിലേക്ക് ഒഴുക്കുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.